നമസ്കാരം. സ്വാതന്ത്ര്യം ഒരു സമ്മാനമല്ല, ത്യാഗത്തിന്റെ വില കൊടുത്തു വാങ്ങിയ മഹത്തായ നേട്ടമാണ്. ഈ വാക്കുകൾ നമ്മുടെ ചരിത്രത്തിന്റെ ഹൃദയസ്പന്ദനമാണ്. അനേകം രക്തസാക്ഷികളുടെ സ്വപ്നങ്ങളും സഹനങ്ങളും പ്രാർത്ഥനകളും ചേർന്ന് നേടിയ സ്വാതന്ത്ര്യം ഒരു ആഘോഷം മാത്രമല്ല, അത് ഒരു ജനതയുടെ ആത്മാഭിമാനമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതോടെ എല്ലാം പൂർണ്ണമാകുന്നില്ല. അതിന് അർത്ഥവും അടിത്തറയും നൽകേണ്ടത് നിയമത്തിന്റെ കരുത്തും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളുമാണ്. ആ സ്വാതന്ത്ര്യത്തെ നിയമത്തിന്റെ കരുത്തോടെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിച്ച മഹത്തായ ദിനത്തിന്റെ അനുസ്മരണമാണ് റിപ്പബ്ലിക് ദിനം. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. ജനുവരി 26 ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി മാറിയ ദിവസം. 1950 ജനുവരി 26 നമ്മുടെ രാജ്യം സ്വന്തം ഭരണഘടന നിലവിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യം എന്നതിൽ നിന്ന് നിയമം കൊണ്ടും നീതി കൊണ്ടും മുന്നേറുന്ന രാഷ്ട്രമെന്ന നിലയിലേക്ക് ഉയർന്നു. അതുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനം നമ്മളോട് പറയുന്നത്, അവകാശങ്ങൾ ഓർക്കുക മാത്രമല്ല, അതോടൊപ്പം ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക. ഒരു ഭരണഘടന ഒരു പുസ്തകം മാത്രമല്ല, അത് ഒരു രാജ്യത്തിന്റെ ആത്മാവാണ്. കാരണം ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത് കെട്ടിടങ്ങളുടെയോ റോഡുകളുടെയോ മികവ് കൊണ്ട് മാത്രമല്ല, മനുഷ്യർ നിലനിർത്തുന്ന മൂല്യങ്ങൾ കൊണ്ടുകൂടിയാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ അതിവിശിഷ്ടമാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇവ വെറും വാക്കുകൾ മാത്രമല്ല, ഓരോ ഇന്ത്യൻ പൗരന്റെയും ജീവിതത്തിന് ദിശ നൽകുന്ന ദീപങ്ങളാണ്. ഈ ദിനത്തിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ്. മഹാത്മാഗാന്ധിയുടെ അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും മൂല്യങ്ങൾ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ധൈര്യവും സ്വപ്നങ്ങളും, ഭഗത് സിംഗിന്റെ യുവത്വത്തിന്റെ തീയും, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഐക്യത്തിന്റെ കരുത്തും, അങ്ങനെ അനേകം ധീരന്മാരുടെ ത്യാഗങ്ങൾ ചേർന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നത്. അവരുടെ സ്വപ്നം വെറും സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല, നീതിയും മാനവികതയും നിറഞ്ഞ ഒരു ഇന്ത്യയായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഏകത തന്നെയാണ്. ഭാഷകൾ പലതായാലും, വിശ്വാസങ്ങൾ വ്യത്യസ്തമായാലും, സംസ്കാരങ്ങൾ പലതായാലും ഒക്കെ നമ്മളെല്ലാവരും ചേർന്ന് ഇന്ത്യ എന്ന വലിയൊരു കുടുംബമാണ്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നത് നമ്മുടെ രാജ്യത്തിന്റെ അലങ്കാരം മാത്രമല്ല, അത് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കൂടിയാണ്. വേർപിരിയലല്ല, കൂട്ടായ്മയാണ് ഇന്ത്യയെ ശക്തമാക്കുന്നത്. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്. ജനാധിപത്യം എന്നത് വെറും വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത കൂടിയാണ്. ഒരു നല്ല പൗരൻ നിയമം പാലിക്കണം, അവൻ സത്യസന്ധനായിരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, സമൂഹത്തിന് നല്ലത് ചെയ്യണം. ഇതാണ് യഥാർത്ഥ ദേശസ്നേഹം. വിദ്യാർത്ഥികളായ നമ്മൾക്ക് രാജ്യത്തിനായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വലിയ വലിയ കാര്യങ്ങളായി ചിന്തിക്കേണ്ടതില്ല. നന്നായി പഠിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ആദരിക്കുക, ശുചിത്വം പാലിക്കുക, സമയക്രമം പാലിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, പൊതുസ്വത്ത് സംരക്ഷിക്കുക, സത്യസന്ധമായി ജീവിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതാണ് രാജ്യനിർമ്മാണത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ. നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കായി രാവും പകലും കാവൽ നിൽക്കുന്ന സൈനികരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതുപോലെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന നേതാക്കൾ, ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അധ്യാപകർ, കർഷകർ, മറ്റു തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാത്തരം തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് ആദരപൂർവ്വം ഓർക്കാം. ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത്. അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഭരണഘടനയെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുവാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. വർഗീയതയ്ക്കും വിദ്വേഷത്തിനുമെതിരെ നാം നിലകൊള്ളണം. സത്യവും നീതിയും പിന്തുടരണം. ഏകതയും സാഹോദര്യവും നമ്മൾ കാത്തുസൂക്ഷിക്കണം. അങ്ങനെ ഓരോരുത്തരും നല്ല പൗരന്മാരാകുമ്പോഴാണ് ഇന്ത്യയുടെ മഹത്തായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അറിവും, സ്വാതന്ത്ര്യം നിലനിർത്താൻ ധൈര്യവും, ജനാധിപത്യം ശക്തമാക്കാൻ
ഉത്തരവാദിത്വവും വേണം. ഇന്ത്യയുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും നന്മ നിറഞ്ഞാൽ നമ്മുടെ നാടും ലോകവും കൂടുതൽ മനോഹരമാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്.